ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ജഡ്ജി എല്ലാവരെയും വിളിക്കുവാണ്. അപ്പോൾ കോടതി കൂടാനായിട്ട് സമയമായിട്ടോ. അപ്പോൾ ഈ കേസിൽ വാദിപ്രതിവാദികളായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഇങ്ങനെ വിളിച്ചിരുത്തുവാണ്. ഗീതാഞ്ജലി ഗോവിന്ദ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിക്കുമ്പോൾ ഗീതും ഗോവിന്ദും വരുന്നുണ്ട്. നിങ്ങൾക്കൊരു ധൈര്യത്തിന് അതിൻ്റെ കൂട്ടിൻ്റെ ഉള്ളിലേക്ക് കയറണോ എന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദ് പറയേണ്ട വേണ്ട മേഡം, ഞങ്ങളിവിടെ നിന്നോളാം എന്ന് പറയുകയാണ്. അതിനുശേഷം നമ്മുടെ വക്കീൽ ജഡ്ജി ചോദിക്കുന്നുണ്ട്, ഇനി പറയൂ, നിങ്ങളുടെ പ്രശ്നം പറഞ്ഞു ചോദിക്കുമ്പോഴേക്കും എനിക്ക് ഡൈവേഴ്സ് വേണം എന്ന് ഗോവിന്ദ് പറയാണ്. എനിക്ക് ഡൈവേഴ്സ് വേണ്ട എന്ന് ഗീതു പറയാണ്. ആ സമയത്ത് നമ്മുടെ ജഡ്ജി പറയുന്നുണ്ട്, ആണോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും ഒരു വഴിക്ക് കേസ് പോവില്ല, നിങ്ങൾ രണ്ടുപേരും കൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുമെന്ന് പറയുവാണ്. അങ്ങനെ ഗീതുവും ഗോവിന്ദും കൂട്ടിൻ്റെ ഉള്ളിൽ വന്ന് നിൽക്കുമ്പോഴേക്കും ഗീതുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താ തനിക്ക് വക്കീലൊന്നും ഇല്ലെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല മേഡം, എനിക്ക് സാമ്പത്തിക സ്ഥിതി വളരെ കുറവാണ്, വക്കീലിനെ വെക്കാനുള്ള പൈസയൊന്നും എൻ്റെ കയ്യിലില്ല മേഡം എന്ന് പറയും. ജഡ്ജി പറയണ്ട്, ഗീതാഞ്ജലിക്ക് വേണമെങ്കിൽ ഒരു വക്കീലിനെ ഇവിടെ നിന്ന് ഏർപ്പാടാക്കാം. വേണ്ട മേഡം, എനിക്ക് മേഡത്തിൻ്റെ ഒരു പരിപാടി ഉണ്ടല്ലോ, നിയമസാധ്യതകളെക്കുറിച്ച് ടി വിയിൽ വരുന്ന എല്ലാ ആഴ്ചയിലും വരുന്ന പരിപാടി, ആ പരിപാടി എപ്പോഴും കാണുന്ന ഒരു ആരാധികയാണ് ഞാൻ എന്ന് പറയുമ്പോൾ ജഡ്ജി അതിൽ വീണ് പോകാട്ടോ. ആണോ, താങ്ക് യു ഗീതു, താങ്ക് യു സോ മച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗീതാഞ്ജലി പറയുന്നുണ്ട്, അതുകൊണ്ട് ഈ കേസിൻ്റെ വാദിക്കേണ്ടതല്ല, ഞാൻ തന്നെ ചെയ്തോളാം മേഡം എന്ന് പറയുമ്പോൾ ഓക്കെ, യു പ്രൊസീഡ് എന്ന് പറയുവാണ്. അതിനുശേഷം നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എങ്കിൽ ഗീതു പറയൂ എന്താണ് കാര്യമെന്ന് പറയുമ്പോഴേക്കും ഗീതാഞ്ജലി പറയണ്ടേ, എനിക്ക് എൻ്റെ കണ്ണേട്ടനെ ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ല, എനിക്ക് അദ്ദേഹത്തിനെ വളരെയധികം ഇഷ്ടമാണെന്ന് പറയുകയാണ്. ആ സമയത്ത് നമ്മുടെ വക്കീൽ വരുന്നുണ്ട്, യുവർ ഓണർ, ഗീതാഞ്ജലി പറയുന്നത് പച്ചക്കള്ളമാണ്. ഈ ഗീതാഞ്ജലി നമ്മുടെ AGM ഗ്രൂപ്പിൻ്റെ വൈസ് ചെയർമാനാണ്. ആ ചെയർമാനെ പൈസ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ കോടതിയല്ല ആരും വിശ്വസിക്കില്ലെന്ന് പറയുമ്പോൾ ഗീതു പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് സത്യമാണ് മേഡം, എനിക്ക് ശമ്പളമായിട്ട് 10 പൈസ പോലും തരാറില്ല, ഞാൻ ചോദിക്കാറുമില്ല, എനിക്ക് തരാറുമില്ല എന്ന് പറയുമ്പോൾ ജഡ്ജി നമ്മുടെ ഗോവിന്ദനോട് ചോദിക്കുന്നുണ്ട്, അതെന്താടോ ഇയാൾക്ക് പൈസ കൊടുക്കാത്തത്, പണി ചെയ്താൽ പൈസ കൊടുക്കണമെന്ന് അറിയില്ലേ മിസ്റ്റർ എന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, അത് സോറി എന്ന് പറയുമ്പോൾ ഇനി മുതൽ കറക്റ്റായിട്ടുള്ള ശമ്പളം കൊടുക്കണം എന്ന് പറയുകയാണ് ഗീതാഞ്ജലിക്ക്. ആ സമയത്ത് ഗോവിന്ദ് പറയുന്നുണ്ട്, ശരി മേഡം എന്ന് പറയുവാണ്. അതിനുശേഷം ഗീതു പറയുന്നുണ്ട്, അത് മാത്രമല്ല മേഡം, ഞാനും കണ്ണേട്ടനും തമ്മിൽ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറയുവാണ്. കണ്ണേട്ടൻ നല്ലൊരു ചെല്ലപ്പേരാണല്ലോ, അപ്പോൾ ഗോവിന്ദ് എന്താ ഗീതുവിനെ തിരിച്ച് വിളിക്കണമെന്ന് പറയുമ്പോൾ ഗീതു എന്ന് പറയുകയാണ്. അപ്പോൾ പരസ്പരം ചെല്ലപ്പേരിലൊക്കെയാണ് വിളിക്കണേ അല്ലേ? എങ്കിൽ ഗീതു പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ ആ റിയാലിറ്റി ഷോയിൽ 1 കോടി രൂപ കിട്ടി, അതിൽ 10 പൈസ പോലും ഈ കണ്ണേട്ടൻ എനിക്ക് തന്നിട്ടില്ലെന്ന് പറയുവാണ്. അങ്ങനെ ഇരിക്കണ എൻ്റെ കയ്യിൽ എവിടെ പൈസ ഉണ്ടാവാനാണ് മേഡം എന്ന് പറയുമ്പോൾ ഗോവിന്ദ്, അയ്യോ മേഡം അത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഒന്നും പറയണ്ട എന്ന് നമ്മുടെ ജഡ്ജി പറയുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ഗോവിന്ദൻ്റെ വക്കീലിൻ്റെ അടുത്ത് രാധികാമ്മ ആ സമയത്ത് എന്തൊക്കെയോ കുശു പറയുന്നുണ്ട്, ഗോളടിക്കുമെന്ന് പറയുക കേട്ടോ. അതിനുശേഷം നമ്മുടെ വക്കീൽ തിരിച്ചു വരുന്നുണ്ട്. വക്കീൽ പറയുന്നുണ്ട്, യുവർ ഓണർ, എൻ്റെ കക്ഷിയായ ഗോവിന്ദൻ്റെ ഭാര്യ ഈ ഗീതാഞ്ജലിക്ക് മെൻ്റലി ഡിപ്രഷനും അതുപോലെ തന്നെ ചില സമയം അട്ടഹസിച്ച് ചിരിക്കുക, ചില സമയം കരയുക, ചില സമയത്ത് പരസ്പര ബന്ധുരാണ്ട് സംസാരിക്കുക, അങ്ങനത്തെ സ്വഭാവമൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണ്. മെൻ്റലി ഡിപ്രഷനാണ് ഈ പെൺകുട്ടി. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇവർ തന്നെയാണ് ഒപ്പിട്ട് തന്നതും ഡൈവേഴ്സ് പേപ്പറിൽ എന്ന് പറയുക കേട്ടോ. ആ സമയത്ത് ആ ഡൈവേഴ്സ് പേപ്പറിൽ ഒപ്പിട്ടത് നമ്മുടെ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കാണ് വക്കീൽ. അതിനുശേഷം നമ്മുടെ ജഡ്ജി അത് നോക്കുമ്പോഴേക്കും ജഡ്ജി ഇങ്ങനെ ഗീതാഞ്ജലിക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ഗീതു പറയുന്നുണ്ട്, ഇല്ല യുവർ ഓണർ, ഞാൻ ഒരിക്കലും ഒരിടത്തും ഒപ്പിട്ട് കൊടുത്തിട്ടില്ല, ഞാൻ എൻ്റെ കണ്ണേട്ടനെ വിട്ട് ഒരിക്കലും പോവില്ല, ഞാൻ ഒരിക്കലും ഒപ്പിട്ട് കൊടുത്തിട്ടില്ല യുവർ ഓണർ എന്ന് പറയുമ്പോൾ ദേ ഗീതാഞ്ജലി, അതിൻ്റെ ഫോട്ടോ കോപ്പിയാണിത്, ഗീതാഞ്ജലി ഒപ്പിട്ടെന്ന് പറഞ്ഞ ഡൈവേഴ്സ് പേപ്പറിൻ്റെ ഫോട്ടോ കോപ്പി, ഗീതാഞ്ജലിക്ക് വേണമെങ്കിൽ ഇത് പരിശോധിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗോവിന്ദൻ്റെ വക്കീൽ ഗീതുവിൻ്റെ കയ്യിലേക്ക് ആ പേപ്പർ കൊടുക്കുക കേട്ടോ. ഗീതു വേഗം തന്നെ ആ പേപ്പർ എടുത്ത് നോക്കുവാണ്. ആ പേപ്പർ എടുത്ത് നോക്കണം, ഗീതു ആകെ നെട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഒപ്പിലേക്ക് തന്നെ. ആ സമയത്ത് നമ്മുടെ വക്കീൽ പറയണ്ട, എന്താ ഗീതാഞ്ജലി, ഇത് നിങ്ങൾ തന്നെ ഇട്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഗീതു ഒന്നും മിണ്ടുന്നില്ല. ആ സമയത്താണ് ഗീതുക്ക് ആ കാര്യം ഓർമ്മ വന്നത്, തൻ്റെ അച്ഛനും അമ്മയും തന്നെ കൊണ്ടൊരു പേപ്പറിൽ ഒപ്പിടിപ്പിക്കാൻ നോക്കിയ കാര്യം. ആ കാര്യങ്ങളെല്ലാം തന്നെ ഗീതു രാവിലെ തന്നെ നമ്മുടെ വിജയലക്ഷ്മി എടുത്ത് പറഞ്ഞിരുന്നു കേട്ടോ. ആ സമയത്ത് വിജയലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓഹോ, അപ്പോൾ നിൻ്റെ അച്ഛനും അമ്മയാണ് രാധികാമ്മയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട്, രാധികയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ഈ പരിപാടി ചെയ്തതല്ലേ, കള്ളൊപ്പാണ് ഇട്ടിരിക്കുന്നത്, കള്ളൊപ്പിട്ട് കഴിഞ്ഞാൽ എന്താ സെക്ഷനെന്ന് നിനക്കറിയാവോ, എല്ലാം ഞാൻ പറഞ്ഞുതരാം, നീ ഇതിൻ്റെ പുറകെ രാധികാമ്മയാണെന്ന് കോടതിയിൽ വാദിക്കണം, അല്ലെങ്കിൽ രാധിക തന്നെയാണ്, അത് നീ കോടതിയിൽ തെളിയിക്കണം, അതിനുള്ള പരിപാടിയൊക്കെ ഞാൻ പറയാം എന്ന് നമ്മുടെ വിജയലക്ഷ്മി ഗീതുവിനോട് പറയുന്നുണ്ട്. അങ്ങനെ വിജയലക്ഷ്മി കുറച്ച് കാര്യങ്ങളൊക്കെ ഗീതുവിനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. നീ ഈ പ്രതിയായിട്ട് രാധികാമ്മനെ അവിടെ
രാധികാമ്മൻ അവിടെ കാണിക്കണം. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ പറഞ്ഞുതരാമെന്ന് പറയുകയാണ്. അതിനുശേഷം വിജയലക്ഷ്മി പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ ഗീതുക്ക് സന്തോഷമാവാണ്. അങ്ങനെ ഗീതു കോടതിയിൽ അങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് വക്കീൽ ചോദിക്കണ്ട, എന്താ ഗീതാഞ്ജലി തനിക്ക് നോക്കി മതിയായില്ലേ എന്ന് ചോദിക്കുമ്പോൾ, യുവർ ഓണർ ഈ ഒപ്പ് ഞാനിട്ടതല്ല എന്ന് ഗീതാഞ്ജലി പറയുവാണ്. ആ സമയത്ത് എന്താ നിങ്ങൾ ഈ പറയണത് എന്ന് ജഡ്ജി ചോദിക്കുമ്പോൾ, അതേ യുവർ ഓണർ, ഈ ഒപ്പ് ഞാനിട്ടതല്ല. കോടതിക്ക് മുമ്പിൽ എൻ്റെ തിരിച്ചറിയൽ കാർഡും എൻ്റെ ആധാർ കാർഡും എൻ്റെ രേഖകളും ബാങ്ക് അക്കൗണ്ടും എല്ലാം ഞാൻ കാണിച്ചു തരാം. അതിലൊപ്പം ഈ ഒപ്പം തമ്മിൽ ഒരു സാമ്യമില്ല മേഡം, എൻ്റെ ഒപ്പ് ഇതല്ല, അതുകൊണ്ട് ഞാൻ ഞെട്ടിത്തെറിച്ച് നിന്ന് പോയതാണ് മേഡം എന്ന് പറയുവാണ്. അതിനുശേഷം ഗീതു ആ തിരിച്ചറിയൽ കാർഡും പാൻ കാർഡൊക്കെ വക്കീലിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. വക്കീലത് നോക്കുമ്പോൾ ചെറിയൊരു വശപ്പശക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ജഡ്ജി ചോദിക്കണ്ട, എന്താ വക്കീലെ ഒപ്പ് സാമ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വക്കീൽ പറയുന്നുണ്ട്, ആ ചെറിയ സാമ്യമൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ, ഓഹോ ചെറിയ സാമ്യമോ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ജഡ്ജി നോക്കുവാണ്. അതിനുശേഷം ജഡ്ജി ആ ഒപ്പ് ശരിക്കും മറിച്ചും തിരിച്ചു നോക്കിയതിന് ശേഷം എല്ലാവരോടായിട്ട് പറയുന്നുണ്ട്, ഈ ഒപ്പ് തമ്മിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട്, ഇത് ഗീതാഞ്ജലിയുടെ ഒപ്പല്ല എന്ന് പറയുമ്പോൾ രാധികാമ്മക്ക് ആകെ ഞെട്ടിപ്പോവാട്ടോ. ഗോവിന്ദനും എന്ത് ചെയ്യണമെന്നറിയില്ല. ഗീതക്ക് അങ്ങ് ഗീതു പറയുന്നുണ്ട്, അതേ യുവർ ഓണർ, ഒരിക്കലും ഞാൻ ഈ ഒപ്പിട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ, പിന്നെ ഈ ഒപ്പിട്ടത് ആരാന്നാ ഗീതാഞ്ജലിക്ക് വലിയൊരു സംശയമുണ്ടോ എന്ന് ജഡ്ജി ചോദിക്കുമ്പോൾ, സംശയമുണ്ട് മേഡം, എൻ്റെ സെക്ഷനൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. ഒരു സെക്ഷനിങ്ങനെ പറഞ്ഞിട്ട് കള്ളൊപ്പിട്ടാൽ കോടതിക്ക് അയാളെ ശിക്ഷിക്കാനുള്ള അധികാരമുണ്ട് അല്ലേ മേഡം? അതെ, ഗീതാഞ്ജലിക്ക് എല്ലാ കാര്യങ്ങളും അറിയാലോ. അതേ മേഡം, മേഡത്തിൻ്റെ പരിപാടി ഞാൻ കാണുന്നുണ്ടല്ലോ, അതിൽ നിന്ന് പഠിച്ചതാ. വെരി ഗുഡ് ഗീതാഞ്ജലി, പറയൂ, നിങ്ങൾക്ക് നിൻ്റെ ഭർത്താവിനെയാണ് സംശയം കള്ളൊപ്പിട്ടതിൽ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല മേഡം, എൻ്റെ കണ്ണേട്ടൻ ഒരു പാവമാണ്, ശുദ്ധ മനുഷ്യൻ, ഒരു ഹാൻസം ബോയ് എന്ന് പറയുവാണ്. എനിക്ക് സംശയം എൻ്റെ രണ്ടാനമ്മയാണ് എന്ന് പറയുന്നിടത്താണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്